Morning, sir. Yes, good morning to all. Sejrashmi, Achu, Good morning, sir. Aisha, Aishwarya, Morning, sir. Reshma, Ali. Good morning. Good morning, sir. Good morning, sir. Lokeshini, Punyamaya, Rasmi, Vishnupriya, Mumtaz. Good morning. സർ കുറച്ച് സൗണ്ട് കൂട്ടാവോ? Sound ഇല്ലേ? Okay. സൗണ്ട് കുറവാ സാറേ. കുറവാണ്, വീണ്ടും കുറവാണ്. ആ നിങ്ങൾ പറയുന്നത് എനിക്ക് നല്ല സൗണ്ട് ആട്ടോ. യെസ്. സാറ് പറയുന്ന ലോ വോളിയത്തിലാണ് കേൾക്കുന്നത്, തീരെ കുറവാ. ഇപ്പോഴോ? കുറവാ. സൗണ്ട് തന്നെ ഉള്ളൂ. ഇപ്പോഴോ? സൗണ്ട് കുറവാ. എല്ലാവർക്കും സ്വപ്ന സൗണ്ട് കുറവാണോ? ഇല്ല, നമുക്കൊക്കെ ഓക്കെയാണ്. എനിക്ക് കേൾക്കാം സാറേ. നല്ല കേക്കാം, നല്ല വോളിയം ഉണ്ട്, നല്ല വോയിസ് ഉണ്ട്. രേവതി ഒന്നുകൂടി നോക്കിയേ. എന്തൊക്കെ കിട്ടുന്ന സൗണ്ട് കുറവാ. അതിന്റെ അതൊരു പൊടിക്കുന്ന കുട്ടി നോക്കിയേ. അതില് ഫുൾ വോളിയത്തില് അതിപ്പോ എനിക്ക് കുഴപ്പമില്ല. വിട്ടു എനിക്കും സൗണ്ട് കുറവാ. സൗണ്ട് കുറവുള്ളത് രേവതിക്ക്. പിന്നെ ആർക്കാണെങ്കിലും ഉണ്ട് അതുപോലെ സെയിം പ്രോബ്ലം? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല സാർ. അതെ. ഞാൻ പയ്യനൊന്നും വിളിക്കില്ല. ഒരു മിനിറ്റ്. സൗണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. വളരെ കുറവാണ്. ഞാൻ 92 ആയിരുന്നു. കുറച്ച് പേര് വേണം. ശരിയായോ? അത് മാത്രം മൈക്ക് മാത്രം. രേവതി ഓക്കെ ആയോ? എനിക്ക് സൗണ്ട് കുറവുണ്ട്. വണ്ടിയുടെ ഒക്കെ ഒച്ച കാരണം കേക്കത്തില്ല. രേവതി കൂടാണ്ട് പിന്നെ ആർക്കാ സൗണ്ട് കുറവ്? എനിക്കും കുറവാ. താരാഗിരി. താരാഗിരി ഇല്ല. രംഷീന. അവര് സൗണ്ട് രേവതി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കയറി നോക്കിയത് ആരെയും
ഓക്കെ ഓക്കെ. ഓക്കെ സർ. ഓക്കെ ഓക്കെ. യെസ്, ആരാണ് ഇന്നത്തെ പ്രാർത്ഥനാ ഗീതം പാടുന്നത്? സൗണ്ട് ഉണ്ട്. അച്ചുവാണോ? ഞാൻ പാടാം. യെസ്, ഓക്കെ. Oh my God, I give it to you. All that I think or say or do, all my work and all my happy study, I will give it to you today. Amen. Yes, very good, Achu. Yes, a sincere prayer. Okay, then thought of the day. Sir, ഞാൻ പറയാം. Okay, Josmi. Education is the most powerful weapon which you can use to change the world. Yes. എന്ത് പറയുന്നു ജോസ്മിക്ക്? എന്ത് തോന്നുന്നു? ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നു? ശരിയാന്ന് തോന്നുന്നുണ്ട്. ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് വെപ്പൺ. ഓക്കെ, വിവരമുള്ളവരോട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ജീവിതത്തിൽ വിവരമുള്ളവരോട് നിങ്ങൾ തർക്കിച്ചു, വിവരക്കേടുകാരോട് തർക്കിക്കാൻ പോകരുത്. കാരണം നമുക്ക് അവരെ നേരെയാക്കാൻ പറ്റും. അവർക്ക് അതിനെ കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് തർക്കിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടേക്കാം. ഓക്കെ 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 ഓക്കെ, ശരി, സമ്മതം. നമ്മൾ സ്കൂട്ടി ഇതാണ് പോയേക്കാം. യെസ്, അതെപ്പോഴും ജീവിതത്തില് അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴും തർക്കിക്കാൻ പോകുന്നത് ആലോചിക്കും നമ്മൾ ആരോടാണ് ചെയ്യുന്നത്. യെസ്, ഒരു കഥ പറയാറുണ്ട് കൊച്ചുകുട്ടികളെ കുറിച്ച് പറയുമ്പോഴേ, ഒരു സിംഹത്തിന്റെ രാജാവിന്റെ അടുത്ത് കടുവയും ഒരു കുറുക്കനും കൂടി വന്നിട്ട് എന്നൊരു അവരെന്നൊരു വിഷയം ചർച്ച ചെയ്യുന്നതാണ്. കഥ ഓർത്തുപോയി. അപ്പൊ ലാസ്റ്റ് ശിക്ഷ കൊടുക്കുന്നത് കുറുക്കന് ശിക്ഷ കൊടുക്കും, കടുവക്കും കൊടുക്കും. അപ്പൊ കടുവ ചോദിക്കും, കുറ്റം ചെയ്തത് അവനല്ലേ എന്ന് പറഞ്ഞത് ഇവര്, അപ്പൊ പിന്നെ എന്നെ ശിക്ഷിക്കുന്നത്? അപ്പൊ രാജാവ് എന്നെ കൊടുക്കുന്ന മറുപടിയാണ്, അവനെ പോലെ എടുത്തും പറഞ്ഞിട്ട് നീ അത് വിശ്വസിച്ചില്ല, അതിനാണ് എന്നെ ശിക്ഷിക്കുന്നത്. യെസ്, എന്ന് പറഞ്ഞ പോലെ അറിവിനോട് തർക്കിക്കുക, അറിവ് എന്നോട് നമ്മൾ തർക്കിക്കുക. ഓക്കെ ജോസ്മി, വെരി ഗുഡ്. സാർ, എനിക്ക് ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് അതുപോലെയൊക്കെ പറയണമെന്നുണ്ട്. യെസ്, അതിനെന്താ ധൈര്യമായിട്ട് പറഞ്ഞു. പിന്നെ ജോസ്മി, ആദ്യം കുറെയൊക്കെ തെറ്റും, കുറെയൊക്കെ തെറ്റ് പറ്റും. അതൊക്കെ ഇവര് ഇത്ര പേരില്ലേ, ചങ്കുകളായിട്ട് 26 പേര് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കല്ലേ, തെറ്റിക്കോട്ടെ. ഇവിടെ നിങ്ങൾ എന്ത് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കളിയാക്കില്ല. യെസ്, എത്രയോ പ്രാവശ്യം വീണതിന് ശേഷമാണ് നിൽക്കാൻ പഠിച്ചത്. വീണ്ടും എത്രയോ പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് നടക്കാൻ പഠിച്ചത്. യെസ്, ജീവിതത്തിലെ ഏറ്റവും വിജയിച്ച ഏത് ആളുകൾ എടുത്തു കഴിഞ്ഞാലും അവർക്കുണ്ടാവും ഒരു തുടക്കകാലത്തുള്ള ഒരു സങ്കടസി. യെസ്, ഇപ്പോ യെസ്, അത് നമുക്ക് ശരിയാക്കാം സേതുലക്ഷ്മി, ഡോണ്ട് വറി. യെസ്, നമുക്കൊക്കെ റെഡിയാക്കി എടുക്കാം, ഡോണ്ട് വറി. അർത്ഥമൊക്കെ അന്ന് സേതുലക്ഷ്മിയോടൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒന്ന് മാറിപ്പോകും ചിലപ്പോ. യെസ്, ഓക്കെ, ഡോണ്ട് വറി, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, യെസ്, ആയതുകൊണ്ട് എനിക്ക് പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കൂ. യെസ്, ഓക്കെ, ബാക്കി ഐ വിൽ സപ്പോർട്ട് മാക്സിമം. നിങ്ങളും കൂടി ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോവാം. യെസ്, ഏതായാലും 10 മാസം സമയമുണ്ടല്ലോ. യെസ്, ആഴ്ചയിൽ 2 പീരീഡ് വെച്ചുണ്ടല്ലോ, നമുക്ക് പോകാം. യെസ്, ഡോണ്ട് വറി. യെസ്, ഞാൻ ഉറപ്പ് തരുന്നു, ഇംഗ്ലീഷ് ഇത് ഇവിടുത്തെ പരീക്ഷയ്ക്ക് നിങ്ങളാരും നോക്കില്ല. യെസ്, അത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾ പരാജയപ്പെടില്ല. യെസ്, ഞാൻ വരികൾക്കിടയിൽ പലതും പറഞ്ഞു പോകും, അതൊക്കെ യെസ്, അത് ഉറപ്പാണ്, ഡോണ്ട് വറി. അത് തോക്കൂലെന്നുള്ള കാര്യം ഞാൻ 100% ഉറപ്പ് തന്നെ ചെയ്തു. യെസ്, അത് നിങ്ങൾക്ക് പിന്നീട് പിടികിട്ടും. യെസ് അല്ലെ? നോക്കി, ഒരു പരിചയമില്ലാത്ത ഒരാളെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട്, അതായത് മുൻപ് ജയിച്ചുള്ള വിവാഹം നമുക്ക് മാറ്റാം, അത് നേരത്തെ പോയി രാത്രി വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾ ജീവിക്കുന്നില്ലേ? യെസ്, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ പരിചയം, അമ്മൂമ്മയും ഇതുപോലെ തന്നെ
ചിലപ്പോ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഭർത്താവിന്റെ മുഖം ഒരു കണ്ടേക്കണം. യെസ്. എന്നിട്ടും അവര് സുഖമായിട്ട് ജീവിച്ചു പോയില്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം. ഓക്കെ. ജോസ്മി, എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു നോക്കാം. ഇപ്പൊ നേരത്തെ ഇപ്പൊ അച്ഛൻ ഒരു പ്രയർ പറഞ്ഞില്ലേ? ഒരു പ്രയർ പറഞ്ഞെന്ന് വെച്ച് രണ്ടാമതൊരു പ്രയർ പറഞ്ഞാലൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. സാറേ ഞാനൊരു കഥ പറഞ്ഞു നോക്കട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞു. യെസ്. അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി. ഞാൻ അവിടെ കണ്ട കാര്യം ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് റെഡിയാക്കി വെച്ചാൽ ഞാൻ പറയട്ടെ? അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നലെ ഒരു കല്യാണത്തിന് പോയി. ഞാൻ ഇവിടെ നിന്ന് സാരി ഉടുത്ത് അവിടെ വരെ ചെന്ന് തിരിച്ചു വിടും വരെ വന്ന് ഡ്രസ്സ് മാറുന്ന അത്തരം വരെയുള്ള സംഭവങ്ങൾ ഞാനൊന്ന് പറയട്ടെ? നിങ്ങളത് പറഞ്ഞു. യെസ്. അല്ലെങ്കിൽ ഇന്നലെ വീട്ടിലൊരു കോമഡി ഉണ്ടായി, അതൊന്നും ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കട്ടെ? അത് പറഞ്ഞോ? യെസ്. അങ്ങനെ പറഞ്ഞെങ്കിലേ ഈ സംഗതി പഠിക്കുള്ളൂ. പറയാതെ അത് റെഡിയാവില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കട്ടെ? ഡോണ്ട് വറി. ഇനി തോട്ട് ഓഫ് ദ ഡേ കഴിഞ്ഞു. സൈനിങ് ഓൺ. ജോസ്മി അല്ലേ പറഞ്ഞത്? അല്ല, തോട്ട് ഞാൻ പറഞ്ഞു. തോട്ട് പറഞ്ഞു. സൈനിങ് ഓൺ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലോട്ട് കയറാം. ഞാൻ പറയാം. ഓക്കെ ചെയ്തു. അതാണ് വേണ്ടത്. ധൈര്യമായിട്ട് പറഞ്ഞു. Good morning to all, respected sir and my dear friends. Hi everyone. Welcome, Job sir. Super Yes. happy to have you all here. Let's Yes. get this started my class. ഓക്കെ. വെരി ഗുഡ്. ഇത് ഒരെണ്ണം എപ്പോഴും നോക്കി വെക്കണം നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ ടീച്ചറായിട്ട് മാറിക്കഴിയുമ്പോ ഏതെങ്കിലും മീറ്റിങ്ങിന് ആരെങ്കിലും വന്നില്ലെങ്കിൽ പറയും, അലീസ ടീച്ചറെ ഒരു സ്വാഗതം എന്ന് പറഞ്ഞേക്കാം. അന്നേരം നമ്മൾ ഓർഡറിന് വരില്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ. ഡോണ്ട് വറി. യെസ്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട്, കുറച്ചറിയുന്നവരുണ്ട്, തീരെ അറിയാൻ പാടില്ലാത്തവരുണ്ട്. നമ്മളെല്ലാവരെയും യോജിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ. യെസ് അല്ലേ? അല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം നമ്മള് നമ്മുടെ ആർഗ്യുമെന്റ് ചെയ്യേണ്ട ശരിയല്ല. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? നിർമ്മിച്ചുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോടാ. ഒരു കർണനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? പറഞ്ഞിട്ടില്ല? യെസ്. അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ പറയാം. യെസ്. അത് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നല്ലതാണ്. അതായത് ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുക. അപ്പൊ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് പക്ഷവും തമ്മിൽ ഒരുപാട് നിയമങ്ങൾ വയ്ക്കും. ആ നിയമങ്ങൾ പാലിച്ചിട്ട് യുദ്ധം ചെയ്യാവുന്നുണ്ട്. രാത്രി യുദ്ധം ചെയ്യാൻ പാടില്ല. രാത്രി ആയി കഴിഞ്ഞാല്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ശംഖു വിളിച്ചാൽ പിന്നെ യുദ്ധം ചെയ്യുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കും, സാറ് ഇത്രയും കൃത്യമായിട്ട് പറയാൻ സാറന്നുണ്ടായില്ല. പുസ്തകങ്ങളിൽ പേര് വായിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. യെസ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്ത് നമ്മുടെ സൈനികർ മരിച്ചു കിടപ്പുണ്ടെങ്കിൽ പോയി എടുത്തുകൊണ്ട് വരാം. ഇപ്പുറത്തുള്ളവർക്ക് വന്ന് ഇപ്പുറത്ത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോയി സംസ്കരിക്കാം. അപ്പൊ അങ്ങനെ സംസ്കരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഫ്രണ്ടില് വെട്ടേറ്റവരുടെ ഡെഡ് ബോഡി അവിടെ എടുത്തുകൊണ്ട് പോകും. ബാക്കിൽ വെട്ടേറ്റവരുടെ എടുത്തുകൊണ്ട് പോകരുത്. കാരണം ബാക്കിൽ വെട്ടേൽക്കുന്നത് തിരിഞ്ഞു കൊടുക്കുകയാണ്. അതൊരു യോദ്ധാവിന്റെ ലക്ഷണമല്ല. യെസ്. ഈ അഭിമന്യു മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അഭിമന്യുവിന്റെ പിതാവായ അർജുനൻ വിഷമിച്ച് നിൽക്കുമ്പോൾ അർജുനനോട് കൃഷ്ണൻ പറയുന്നൊരു വാചകമാണ്, നീ അവന്റെ ശരീരത്തോട്ടൊക്കെ നോക്കി, അവന്റെ ശരീരത്തിന്റെ പിറകിൽ ഒരു വെട്ടുപോലുമില്ല. അവന്റെ വെട്ടുകൾ മുഴുവൻ കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? ശരീരത്തിന് ഫ്രണ്ടിലാണ്. കാരണം അവനൊരു യോദ്ധാവാണ്. ഇത്രയും വലിയൊരു യോദ്ധാവിന്റെ അച്ഛനാണ് നീ എന്ന് പറയുന്നതിന്റെ രംഗമുണ്ട്. അപ്പോട്ടെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. അതില് ഒരു നിയമമായിരുന്നു, യുദ്ധത്തിന്റെ ഇടക്ക് ആയുധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അതാണ് ഒരു നിയമം. യുദ്ധത്തിന്റെ ഇടക്ക് ആർക്കും ആയുധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേയാള് അന്ന് ഇതിനെ പറ്റിയ അവസരമൊന്നും പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അയാൾക്ക് ആയുധം എടുക്കാനുള്ള സമയം കൊടുക്കും. പക്ഷെ അയാൾ കൂടി പറഞ്ഞു കഴിഞ്ഞാല് നിരായുധനോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സിറ്റുവേഷനോട് പറഞ്ഞു.
യെസ്, സിറ്റുവേഷൻ ഇതാണ്. അപ്പോ പാണ്ഡവന്മാരും കൗരവന്മാരും നമ്മൾ യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തില് കൗരവരുടെ സേനാനായകനായിട്ടുള്ള ഭീഷ്മര് അമ്പേറ്റ് വീഴുന്നു, ഭീഷ്മര് മരിക്കുന്നു. ഇനി ആര് യുദ്ധം നയിക്കും കൗരവർക്ക് വേണ്ടിയിട്ടുള്ള ചിന്ത വരികയാണ്. അപ്പൊ അവിടെ ഒരാളുടെ പേരാണ് ഉയർന്നു വരുന്നത്, അത് കർണനാണ്. കർണനെ നമുക്കറിയാം. യെസ്, അപ്പൊ കർണൻ കൗരവർക്ക് വേണ്ടിയിട്ട് യുദ്ധം നയിക്കുകയാണ്. കർണൻ സേനാനായകനായതോടുകൂടി യുദ്ധത്തിന്റെ ഗതി മാറി. പാണ്ഡവന്മാര് വിഷമിക്കുന്നു, കാരണം ഈ കണക്കിന് പോയാൽ കൗരവന്മാരെ ജയിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ആരെ കൊല്ലണം? കർണനെ കൊല്ലണം. കർണനെ കൊല്ലാതെ രക്ഷയില്ല. അപ്പൊ അതിന് ഇവര് പഠിച്ചപിടിതായിട്ട് നോക്കിയിട്ട് കർണനെ കൊല്ലാൻ പറ്റും. അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു ദിവസം കർണൻ തന്റെ രഥത്തില് യുദ്ധം ചെയ്ത് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന സമയത്ത് കർണന്റെ രഥത്തിന്റെ ചക്രം ഒരു ചെളിയിൽ കൊണ്ടുപോകും. ചെളിയിൽ കൊണ്ടുപോകുമ്പോ രഥം ഓടിക്കുന്ന ആളോട് പറയും അതൊന്ന് പൊക്കാൻ പറയും. അപ്പോ അയാൾ പറയും ഞാനത് ഉയർത്തില്ല, കാരണം എന്റെ ജോലി എന്താണ്? രഥം ഓടിക്കലാണ്. നീ സൂതപുത്രനാണ്, നിനക്ക് പറ്റിയ പണിയാണ് പോയി ചക്രം പൊക്കാന്നുള്ളത്, ഞാൻ ചെയ്യില്ല എന്ന് പറയും. അപ്പൊ കർണൻ വേഗം തന്നെ എന്ത് ചെയ്തു? കർണന്റെ ജന്മത്തെ കുറിച്ച് അറിയാലോ, ഒരു കഥ പിന്നിലുണ്ടല്ലോ. അപ്പൊ ഒരു സൂതനെ എടുത്ത് വളർത്തുന്നത്, അപ്പൊ സൂതപുത്രന്റെ പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുള്ളിയുടെ പടച്ചട്ടയും ആയുധങ്ങളൊക്കെ രഥത്തിൽ വെച്ചിട്ട് താഴെ ഇറങ്ങിയിട്ട് ഈ രഥത്തിന്റെ ചക്രം പിടിച്ച് പൊക്കി കിളിയിൽ നിന്ന് പൊക്കിയാണ്. ഇത് കാണുന്ന കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു ഭാവമുണ്ട്. അർജുന, ഇതാണ് പറ്റിയ അവസരം, ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. കർണന് നേരെ അസ്ത്രം അയക്കാൻ പറയുന്നു. യെസ്, ഇത് കേൾക്കുന്ന കർണൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ കൃഷ്ണ, നിരായുധനായ ഒരു മനുഷ്യന്റെ നേരെ അസ്ത്രം തൊടുക്കാൻ നീ പറയുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കറക്റ്റല്ലേ? അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, കാരണം കർണം പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മൾ നിയമമുണ്ട്, എന്ത് നിരായുധന്റെ നേരെ അസ്ത്രം പ്രയോഗിക്കും. ഞാനിവിടെ ആയുധമില്ലാതെ നിൽക്കുമ്പോൾ എന്റെ നേരെ നീ അസ്ത്രം അയക്കാൻ പറയുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കറക്റ്റ് ആണല്ലോ കർണം പറയുന്നത്. പക്ഷെ അതിന് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്ന ഒരു മറുപടി, ആ മറുപടിയാണ് സ്റ്റൈല്. അപ്പോ അതിന് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയുടെ ഫസ്റ്റ് വാചകം ഇതാണ്: അല്ലയോ കർണ, പണ്ട് ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിൽ വെച്ച് പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രം അഴിച്ചു കളഞ്ഞപ്പോ ആ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. അന്ന് നിന്റെ നീതിബോധം എവിടെയായിരുന്നു? യെസ്. പിന്നെ അരക്കില്ലത്തിലിട്ട് പാണ്ഡവന്മാരെ ചുട്ടുകൊല്ലാനായിട്ട് അത് തീ കൊടുക്കുമ്പോ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. അന്ന് എവിടെയായിരുന്നു കർണ നിന്റെ നീതിബോധം? ഭീമനെ നദിയിലേക്ക് എറിഞ്ഞ് മുതലുകളെ കൊണ്ട് തീറ്റിക്കാൻ ദുര്യോധനം വന്നപ്പോ അവന് കൂട്ടായിട്ട് അന്ന് വന്നത് നീയാണ്. എവിടെയായിരുന്നു കർണ അന്ന് നിന്റെ നീതിബോധം? നിന്റെ ജീവിതത്തിൽ നീ പാലിക്കാത്ത നീതിബോധം, നിനക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നിന്നോട് പാലിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, അതായത് നമ്മൾ പല ആളുകൾ ഉയർന്ന ലെവലിലുള്ള പലരെയും കാണും, പക്ഷെ താഴെയും ഒരുപാട് ആളുകളുണ്ട്. അവരെയും നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തണം. ഇത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴല്ല, നമുക്കൊരു പ്രതിസന്ധി, നമ്മൾ മറ്റുള്ളവർ നമ്മളോട് നീതിബോധം കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളും എങ്ങനെയായിരിക്കും? നീതിബോധം കാണിച്ചിട്ടുള്ളവര് ആയിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യെസ്, നമുക്ക് പിന്നെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ യൂണിറ്റ് നമ്പർ 3യും യൂണിറ്റ് നമ്പർ 4ഉം ഞാൻ ഒന്ന് വിട്ട് കളഞ്ഞേക്കാണ്. അത് വിട്ട് കളഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കാം. കാരണം വെച്ചാൽ കുറച്ചധികം സമയത്തിന് വേണ്ടി വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇത് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് നമ്പർ 5 ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യൂണിറ്റ് നമ്പർ 5 ആർട്ടിക്കിൾ.
അപ്പൊ നോക്കുക, ആർട്ടിക്കിളിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും രണ്ടാമത്തേന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നു. സോ ആർട്ടിക്കിൾ that can be grouped into two, definite article and indefinite article. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്ന വേർഡാണ് THE, ദി അല്ലെങ്കിൽ ദ എന്ന് പറയുന്ന വേർഡ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നതാണ് എ അല്ലെങ്കിൽ ആൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. തൽക്കാലം നമുക്ക് എന്ത് പഠിക്കാം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഒരു കുറച്ച് ഭാഗം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. യെസ്, അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ THE എന്ന് പറയുന്ന വേർഡ് ദ എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ദി എന്ന് പറയാറുണ്ട്. അപ്പോ ശരി, ദി ആണ് ദയാണ് കറക്റ്റ്? രണ്ടും ഉപയോഗിക്കാറുണ്ട്. രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോ അതിന് വിഷമൊന്നും വേണ്ട, രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ശരി വെറുതെ പറഞ്ഞതാണെങ്കിലും ആ ഉത്തരം കറക്റ്റാണ്. കാരണം എന്താണ്? രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദി എന്ന് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന വേർഡ് നോക്കാം. അതിന്റെ അകത്തൊരു വവ്വൽ സൗണ്ട് ആണെങ്കിൽ ദി എന്ന് പറയും. ദി എന്ന് നോക്കിയേ, ആപ്പിൾ, ആപ്പിളിന്റെ മുന്നിൽ എന്ന് പറയുമ്പോ ദ ആപ്പിൾ എന്ന് പറയരുത്. AEIOU വവ്വൽ സൗണ്ട് ഇല്ലേ? അപ്പൊ ദി ആപ്പിൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദി എന്ന് പറയണോ ദ എന്ന് പറയണോ എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷമുള്ള ലെറ്ററിന്റെ സൗണ്ട് നോക്കുക, തുടക്കം സ്റ്റാർട്ടിങ് നോക്കുക, അങ്ങനെ നോക്കുക. ദി ആപ്പിൾ, ദി എൻഡ് എന്ന് പറയും. നേരെ മറിച്ച് ദ വുമൺ, ദ മാൻ, ദ ലെറ്റർ, ദ ടേബിൾ, ഇങ്ങനെയാണ് പറയുന്നത്. അത് നിങ്ങളൊന്ന് കോമൺ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഇത് കൂടാതെ തന്നെ ഒരു അൺനോൺ ആയ ഒരു റൂൾ ഉണ്ട്. ശരി, നമ്മളധികം ആരും അങ്ങനെ റൂളായിട്ട് പറയുന്നില്ലെങ്കിൽ ഒരു അൺനോണും അലിഖിത നിയമം, ലിഖിത നിയമമല്ലാത്ത അലിഖിതമായിട്ട് നിയമം. അതായത് നമ്മൾ ചില ആളുകൾ ഡെസിഗ്നേഷൻ പറയും. ഇപ്പോ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ദ പ്രസിഡന്റ് എന്ന് പറയില്ല, ദി പ്രസിഡന്റ്, ദി പ്രൈം മിനിസ്റ്റർ, അങ്ങനെ പറയുള്ളൂ. യെസ്, അപ്പൊ അത് ദായാണോ ദി ആണോ എന്നുള്ളതിന്റെ ചെറിയൊരു കാര്യമാണ് ഞാനത് സൂചിപ്പിച്ചു. ഓക്കെ, നമുക്ക് അത് നോക്കാനല്ല, നമുക്ക് ഇതിന്റെ യൂസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, അപ്പൊ നമുക്കറിയാം ദി എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ദ എന്ന് പറയുന്ന വേർഡ് സിംഗുലറായ സബ്ജക്റ്റിന്റെ കൂടെയും വരും, പ്ലൂറലായ സബ്ജക്റ്റിന്റെ കൂടെയും വരും. അതായത് മാൻ എന്നുള്ളതിന്റെ കൂടെ നമുക്ക് ദ മാൻ എന്ന് പറയാം, മെന്നിന്റെ കൂടെയും പറയാം ദി മെൻ. അപ്പൊ ദി എന്ന് പറയുന്ന ആർട്ടിക്കിള് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് സിംഗുലർ നൗൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് പ്ലൂറൽ നൗൺ. സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും വരും. പേജ് നമ്പർ ആരെങ്കിലും പറഞ്ഞിട്ട്? യെസ്, സിംഗുലറിന്റെ കൂടെയും വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദി എന്ന് പറയുന്ന വേർഡ് എപ്പോഴും ഉപയോഗിക്കുന്നത് ടു സ്പെസിഫൈ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയില്ലേ, എടുത്തു പറയില്ലേ, അവിടെ എല്ലാവരും എന്ത് പറയുന്നത്? ദി വരും. സ്പെസിഫിക് ആയിട്ട് പറയുന്ന സംഗതികൾ കൂടെ എല്ലായിടത്തും ദി വരും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. ദിസ് ഈസ് എ ബോയ്, കറക്റ്റ് ആണ്. ഇതൊരു കുട്ടിയാണ്. പക്ഷെ നമ്മൾ ആ കുട്ടിയൊന്ന് എടുത്തു പറയുന്നത് ഫുൾ A+ കിട്ടിയ കുട്ടിയാണ്. ദിസ് ഈസ് ദ ബോയ് ഹു ഗോട്ട് ഫുൾ A+. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു പറയണം. യെസ്, എന്താണ് കറി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഇന്ന് ചിക്കൻ കറിയാണ്. നിങ്ങൾ ആ ചിക്കൻ കറിയുടെ മുന്നിൽ ദി ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്നുണ്ടാക്കിയാണ് ചിക്കൻ കറി, എന്നും ഉണ്ടാക്കിയതുപോലെയല്ല, സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. ഡിഫറെന്റ് ആണ്. യെസ്, അപ്പൊ സംതിങ് സ്പെഷ്യൽ, സംതിങ് ടു പർട്ടിക്കുലറൈസ്, അവിടെയെല്ലാമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, യൂസ് ഓഫ് ഡെഫിനറ്റ് ആർട്ടിക്കിളെ കുറിച്ച് പറയുമ്പോൾ പറയാം ടു സ്പെസിഫൈ എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ എ പർട്ടിക്കുലർ തിങ്. നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ എനിക്കൊന്ന് സഹായിക്കും.
ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമാണ്. അപ്പോ എല്ലാ സാരിയും ബ്യൂട്ടിഫുൾ എന്നല്ല പറയുന്നത്. നിങ്ങൾ തന്ന സാരി, ദിസ് സാരി യു ഗേവ് മീ, ദ സാരി യു ഗേവ് മീ, നിങ്ങൾ തന്ന സാരി അല്ല. അവിടെ വെറുതെ സാരി എന്ന് പറയരുത്, ദിസ് ദ സാരി. ഓക്കെ, അത് പർട്ടിക്കുലറൈസ് ചെയ്ത് ദ സാരി യു ഗേവ് മീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നിയമത്തിലേക്ക് നമുക്ക് എത്താം. ആ നിയമം ഇതാണ്, മറ്റൊന്നുമില്ല, ടു സ്പെസിഫൈ സംതിങ്. സ്പെസിഫൈ സംതിങ്, എന്തെങ്കിലും കാര്യത്തിൽ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുമ്പോൾ അവിടെയൊക്കെ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. യെസ്, നമുക്ക് പറയാം ബുക്സ് ആർ യൂസ്ഫുൾ, അല്ലെ? ബുക്കുകൾ വളരെ യൂസ്ഫുൾ ആണ്, ഉപകാരപ്രദമാണ്. അപ്പൊ അവിടെ ആർട്ടിക്കിൾ ഒന്നുമില്ല, ബുക്സ് ആർ യൂസ്ഫുൾ, ഒരു കോമൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുക. പക്ഷെ നമ്മൾ പറയുകയാണ് APJ അബ്ദുൽ കലാം എഴുതിയ ബുക്കുകൾ യൂസ്ഫുൾ ആണ് എന്ന് പറയുമ്പോൾ അത് എടുത്ത് പറയുക. അപ്പൊ അവിടെ എന്ത് പറയും? ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ യൂസ്ഫുൾ. കേട്ടോ? അപ്പൊ വെറുതെ ബുക്കുകൾ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ആർ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യാനായ ബുക്കിനെ, എങ്ങനെയുള്ള ബുക്കുകൾ? APJ അബ്ദുൽ കലാം എഴുതിയ ബുക്ക്. അപ്പൊ ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ വെരി യൂസ്ഫുൾ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം. ആ തീരുമാനം ഇതാണ്, വേറൊന്നുമല്ല, ടു സ്പെസിഫൈ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. യെസ്, അച്ചു. യെസ്, ഹൗ ആർ യു അച്ചു? Fine. യെസ്. അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? പോകാറില്ല, ചിലപ്പോ ഒക്കെ. ഏറ്റവും അവസാനം പോയത് എന്താന്ന് ഓർമ്മയില്ല? ഇല്ല. കഴിഞ്ഞ മാസം പോയില്ലേ? കഴിഞ്ഞ മാസം പോയി. കഴിഞ്ഞ മാസം. അപ്പൊ കഴിഞ്ഞ മാസം എന്നുള്ളതിന് നമുക്കൊരു കാര്യം പറയാം, ലാസ്റ്റ് മന്ത് എന്ന് പറയാം. ലാസ്റ്റ് മന്ത്. അപ്പൊ അച്ചു, ഞാനൊരു വാചകം പറയുന്നു. കഴിഞ്ഞ മാസം ഞാൻ അമ്പലത്തിൽ പോയി. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. കഴിഞ്ഞ മാസം എന്നുള്ളതിന് ലാസ്റ്റ് മന്ത്, അമ്പലം എന്നുള്ളതിന് ടെമ്പിൾ, പോയി എന്നുള്ളതിന് വിൻഡ്. നീ പറഞ്ഞു. വിൻഡ്. ഇത് ലാസ്റ്റ് ടെമ്പിൾ ലിമിറ്റ്. യെസ്. അപ്പോ പോയ ആളുടെ പേര് വന്നില്ല, ഞാനും വന്നില്ല. ഇത് ലാസ്റ്റ് മന്ത് ഐ വെന്റ് ടു ടെമ്പിൾ. യെസ്, വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ്. അപ്പൊ നമുക്ക് ആ ലാസ്റ്റ് മന്ത് എന്നുള്ളത് ആദ്യം പറഞ്ഞ് ഞാനൊന്ന് ലാസ്റ്റിലോട്ട് മാറ്റണം വേർഡ്. ഓക്കെ, ഐ വെന്റ് ടു ടെമ്പിൾ ലാസ്റ്റ് മന്ത്. ഇതല്ല ഉദ്ദേശിച്ചത്? യെസ്. നീ ശ്രദ്ധിക്കാം. ഐ വെന്റ് ടു എഴുതിക്കോട്ടെ വാചകം. ഐ വെന്റ് ടു ടെമ്പിൾ ലാസ്റ്റ് മന്ത്. അടുത്ത വരി എഴുതിക്കോ. ഐ വെന്റ് ടു ദി ടെമ്പിൾ ലാസ്റ്റ് മന്ത്. ആദ്യത്തേല് ഐ വെന്റ് ടു ടെമ്പിൾ ലാസ്റ്റ് മന്ത്. രണ്ടാമത്തേല് ഐ വെന്റ് ടു ദി ടെമ്പിൾ ലാസ്റ്റ് മന്ത്. ശ്രീകുട്ടി, ഇതിനകത്ത് ഏതാണ് ശരി? I went to the temple last month. അതാണ് ശരി അല്ലെ? ആദ്യത്തെ പറഞ്ഞ തെറ്റാണ്. അല്ലെങ്കിൽ നേരത്തെ റോജി പറഞ്ഞ ശനി പറഞ്ഞ പോലെ രണ്ടും പറയും, അങ്ങനെയാണോ? നിങ്ങളുടെ ഐഡിയ പറഞ്ഞോ, കുഴപ്പമില്ല. ഐ വെന്റ് ടു ടെമ്പിൾ ലാസ്റ്റ് മന്ത്. ഐ വെന്റ് ടു ടെമ്പിൾ ലാസ്റ്റ് മന്ത് ഉണ്ട്. ഐ വെന്റ് ടു ദ ടെമ്പിൾ ലാസ്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ശ്രീകുട്ടി രണ്ടാമത്തേൽ ഉറച്ചു നിൽക്കണം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സർ രണ്ടും കറക്റ്റ് ആണ്. ആദ്യത്തേത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, രണ്ടാമത്തേത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു.
ജോസ്മിക്ക് എന്ത് തോന്നുന്നു? രണ്ടും പറയാം എന്ന് രണ്ടും തോന്നുന്നു. പറയാം. യെസ്, ഓക്കെ 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 ഓക്കെ. ഇത് രണ്ടും പറയാമെന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് രണ്ടിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത കൂടി എന്താണെന്നറിയാം. ഐ വെന്റ് ടു ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു അമ്പലത്തിൽ പോണത് പ്രാർത്ഥിക്കാനാണ്. ഐ വെന്റ് ടു ദ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അവിടെ ഒരു കൂട്ടുകാരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവളൊന്ന് കാണണം. യെസ്, അവൾ അമ്പലത്തിലാണ് വരാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഐ വെന്റ് ടു ടെമ്പിളും ശരിയാണ്, ഐ വെന്റ് ടു ദ ടെമ്പിളും ശരിയാണ്. ഐ വെന്റ് ടു ദ ചർച്ച് ശരിയാണ്, ഐ വെന്റ് ടു ചർച്ച് കറക്റ്റാണ്. അപ്പൊ ഒരു പ്രൈമറി പർപ്പസ് ഉണ്ട് ഓരോന്നിനും ഒരു പ്രൈമറി പർപ്പസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൈമറി പർപ്പസ് ഉണ്ട് എങ്കിൽ അതിന്റെ കൂടെ ദി എന്ന് പറയുന്ന ആർട്ടിക്കിള് അല്ലെങ്കിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിള് വരില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കാനാണ് പോണെന്നുണ്ടെങ്കിൽ ഐ വെന്റ് ടു ടെമ്പിൾ, ഐ വെന്റ് ടു ചർച്ച്. ഓക്കെ, then ജോസ്മി. യെസ് സർ. ഓക്കെ, നാട് എവിടെയാണ് ജോസ്മിയുടെ? തൃശ്ശൂര്. തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോ ജോസ്മിയുടെ ഒരു കൂട്ടുകാരി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ജോസ്മി ആ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ആ സമയത്ത് ഞാൻ ജോസ്മിനെ വിളിക്കുകയാണ്, ഫോണിൽ വിളിക്കുകയാണ്. എന്ത് ഞാൻ ചോദിച്ചു, ജോസ്മി ഇപ്പൊ എവിടെയുണ്ട്? അപ്പൊ ജോസ്മി പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞേ. I went to the hospital. I went to the hospital. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തി. അവിടെ ചെന്ന് മറ്റേ പേഷ്യന്റിന്റെ അരികത്ത് കസേരയിലിരുന്ന് തുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേഷ്യന്റ് അത്ര വലിയ സീരിയസ് ആയ കേസ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കണം. യെസ്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ഞാൻ എന്നുള്ളത് എന്താണ്? ഐ. ഞാൻ ആകുന്നു എന്നുള്ളത് എന്ത് വരാം? ആ, ഈസും ആമും മാറും ആകുന്നു. അപ്പൊ ഞാൻ ആകുന്നു. ഇനി എവിടെ പറയാം? എവിടെയാണ് ആകുന്നത്? ഹോസ്പിറ്റലില്. ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ? യെസ്. അപ്പൊ ജോസ്മിക്ക് പറയാം ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ. ചോദ്യം ഇതാണ്, ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയോ, ഐ ആം ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയും? ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അത് ഞാൻ അവിടെ പോയിരിക്കുന്നത് ഫ്രണ്ടിനെ കാണാനല്ലേ. വെരി ഗുഡ്. നേരെ മറിച്ച് ജോസ്മി അവിടെ നിന്ന് ഞാൻ ചോദിച്ചപ്പോ പറയുന്നത് ഐ ആം ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കും, എന്ത് ചോദിക്കും? എന്ത് പറ്റി, എന്താ രോഗം ചോദിക്കും. നേരെ മറിച്ച് ജോസ്മി അവിടെ നിന്ന് പറയുമ്പോൾ ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിയുമ്പോ എനിക്ക് മനസ്സിലായി ജോസ്മിക്ക് രോഗമൊന്നുമില്ല, വേറെന്തോ കാര്യത്തിലൂടെ പോയതാണ്. യെസ്, ഇത് തന്നെയാണ്. കാരണം ഹോസ്പിറ്റലിന്റെ നമ്മൾ നേരത്തെ അമ്പലത്തിന്റെയും പള്ളിയുടെയും കേസ് പ്രൈമറി പർപ്പസ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞില്ലേ. ഹോസ്പിറ്റലിൽ നമുക്ക് പേഷ്യന്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ. പേഷ്യന്റ് അല്ല, വേറൊരു രീതിയിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഐ ആം ഗോയിങ് ടു ദി ഹോസ്പിറ്റൽ. അപ്പൊ ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്നുള്ളതും ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്നുള്ളതും ശരിയാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആ, ഇത് കുഴപ്പമില്ല ജോസ്മി, ഇങ്ങനെയൊക്കെ പോരട്ടെ. യെസ്, ഓക്കെ. ജോസ്മി ഒന്നൊരു കാര്യം കൂടി ചോദിക്കാം. ജോസ്മി, എന്താണ്, എത്ര പിള്ളേരുണ്ട്? കുട്ടികളായിട്ടില്ല. കുഴപ്പമില്ല. എന്നാൽ വേറെ ഏതെങ്കിലും കുട്ടികളോട് പഠിക്കാൻ പോകാനായിട്ട് പറയില്ലേ, ഗോ ടു സ്കൂൾ എന്ന് പറയൂ, ഗോ ടു ദ സ്കൂൾ എന്ന് പറയൂ? ഗോ ടു ദ സ്കൂൾ. ഇതുകൂടി ആലോചിക്കും. ഗോ ടു സ്കൂളാണ്, ഗോ ടു ദ സ്കൂളാണ്? പഠിക്കാൻ പോവാനല്ലേ പറയുന്നത്, സ്കൂളിലേക്ക് പോകുന്ന പഠിക്കാനല്ലേ. അപ്പൊ ടു ദ അല്ലേ വരിക? അപ്പൊ നേരത്തെ ഇതാ ചേർത്തില്ല ഹോസ്പിറ്റലായപ്പോ?
റിലേ ഒന്ന് പോയി. ഓക്കെ ഓക്കെ, ജോസ്മിൻ ഒന്ന് ആലോചിക്കുക. ഐഷ യെസ് സർ. മക്കളോട് ഗോ ടു സ്കൂൾ ഗോ ടു സ്കൂൾ പറയും. ഗോ ടു സ്കൂൾ. നീ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പോണല്ല. ഇനി നിങ്ങളുടെ മക്കളോട് എന്നോ ചോദിക്കാൻ, എടാ നീ ഒന്ന് പറഞ്ഞോട്ട് പോയേ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, അവൻ നീയാണ് വെക്കണെന്നുണ്ടെങ്കിൽ അവൻ പഠിക്കാൻ പോണല്ല കേട്ടോ. പഠിക്കാൻ പോണല്ല. അവിടെ ചെന്നിട്ട് പരപരം കൂടായിട്ടുണ്ടാവും, അതിനു വേണ്ടി പോണതാണ്. പറയണ്ട, കാരണം അവരുടെ പിള്ളേരല്ല, നമുക്കറിയില്ല. യെസ്, നേരെ മറിച്ച് നീ ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് പഠിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഐഷ, ഞാൻ വേറൊരു ചോദ്യം കൂടി പറയാം. സെന്റൻസ് ഇതാണ്. Let us go to the church and have a look at the arrangements. Sentence ഒന്നും കൂടി പറയാം. Let us go to the church and have a look at the arrangement. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? Let us go to church and have. സർ ശരിയാണെന്ന് തോന്നുന്നു. ശരി തന്നെ. With my friend. Okay. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, let us go to church. നമുക്ക് പള്ളിയിൽ പോകാം. പ്രാർത്ഥിക്കാൻ പോകാനെങ്കിൽ ദി വേണ്ട, let us go to church മതി. അറേഞ്ച്മെന്റ്, അവിടത്തെ ഒരു അറേഞ്ച്മെന്റ്സ് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോണേ. പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് ദി അറേഞ്ച്മെന്റ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. ഷാകിലത്തെ ഓക്കെ, അടുത്തൊരു വാചകം പറയാം. യെസ്, I went to college to meet meet my friend. I went to college to meet my friend. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ സാഹിലത്തെ? തെറ്റാണ് സാർ. തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയാൻ കാരണം? നമ്മള് കോളേജിൽ പഠിക്കാൻ പോണെയാണെങ്കിൽ ഐ വെന്റ് ടു കോളേജ്. നമ്മൾ ഫ്രണ്ടിനെ കാണാൻ പോയത് ഐ വെന്റ് ടു ദ കോളേജ് ടു മീറ്റ് മൈ ഫ്രണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ സെന്റൻസ് തെറ്റാണ്. ആ തെറ്റാനുള്ള കാരണം ഇതാണ്. ഐ വെന്റ് ടു ദി കോളേജ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ദി കോളേജ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് പഠിക്കാൻ പോണതല്ല, ടു മീറ്റ് മൈ ഫ്രണ്ട്, എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോണതാണ്. യെസ്, അപ്പൊ പ്രൈമറി പർപ്പസിന് പോകുന്നതല്ല. അതുപോലെ തന്നെ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഹോസ്പിറ്റലിൽ പോയാലും അതുപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരം കുട്ടികളോട് ഉറങ്ങാൻ പോകാൻ പറയില്ലേ, ഗോ ടു ബെഡ് എന്ന് പറയണം, എങ്കിലേ അവൻ ഉറങ്ങാൻ പോകും. ഗോ ടു ദ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങണ്ട എന്നാണ്, അങ്ങോട്ട് പോയാൽ മതി. യെസ്, ഉറങ്ങാനാണ് നിങ്ങൾ പറയുന്നത് ഗോ ടു ബെഡ്. ഉറങ്ങണ്ട, അവിടെ പോയി ഇരിക്കാനാണെങ്കിൽ ഗോ ടു ദ ബെഡ്. യെസ്, ഓക്കെ. അപ്പൊ ഈ ആർട്ടിക്കിളിന്റെ യൂസ് അതാണ്. ഓക്കെ, ഹസീന, ഈ സംഭവം നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല, ഞാന് ചിലയിടത്തൊക്കെ ദാന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് ദാ കൊടുക്കാന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തും പള്ളിയിൽ പോകുന്ന സമയത്തും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും രണ്ട് പർപ്പസ് ആണെങ്കിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് പിള്ളേരെ പിടിയിട്ടു. ഇപ്പോഴാണ് പിടിയിട്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്ക, മറക്കണ്ട. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ടു സ്പെസിഫൈ സംതിങ് ആൻഡ് ആൾസോ ടു പ്രൈമറി പർപ്പസ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ദി എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഉപയോഗിക്കും. പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. യെസ്, അതായത് പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരെണ്ണം മാത്രമുള്ള സംഗതികളിൽ, ഇപ്പോ സൂര്യൻ അത് ഒരെണ്ണമല്ലേ ഉള്ളൂ, ചന്ദ്രൻ അത് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഭൂമി അത് ഒരെണ്ണമല്ലേ ഉള്ളൂ. ഭൂമി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെ ദ വൺ ഇൻ നേച്ചർ, അതിന്റെ എല്ലാത്തിന്റെ പേരിന്റെ മുന്നിൽ
ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാം. അപ്പൊ നമുക്ക് പറയാം വെറുതെ സൺ എന്ന് പറയാൻ പാടില്ല, ദ സൺ. യെസ്, ദ മൂൺ, കാരണം മൂന്ന് പറഞ്ഞുള്ളൂ. ദ സൺ, ദ മൂൺ, ദ എർത്ത്, ദ ഇക്വേറ്റർ, ദ വെദർ, ദ സ്കൈ. പിന്നെ ഈ പുരാണമായിട്ടുള്ള പുസ്തകങ്ങളില്ലേ, ദ ബൈബിൾ, ദി രാമായണ, ദി ഖുറാൻ, ദ മഹാഭാരത. യെസ്, ഇതിനെല്ലാത്തിനും മുന്നിൽ എന്ത് വരും? ആർട്ടിക്കിൾ ദി വരും. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഇന്ന് നോക്കിയത് ആർട്ടിക്കിളിനെ രണ്ടായിട്ട് വിഭജിക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറഞ്ഞു. അതിന്റെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ എടുത്തു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് സിംഗുലർ നൗണിന്റെ കൂടെയും പ്ലൂറൽ നൗണിന്റെ കൂടെയും ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന വേർഡ് വരും നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ പറഞ്ഞു പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. അതല്ലാതുള്ള ആവശ്യത്തിന് പോവുകയാണെങ്കിലാണ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ പറഞ്ഞു ടു സ്പെസിഫൈ സംതിങ്, എന്തെങ്കിലും ഒരു സംഗതിയെ സ്പെസിഫൈ ചെയ്യാൻ, സ്പെസിഫിക്കേഷൻ, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. വീണ്ടും നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തില് ഒരെണ്ണം മാത്രമുള്ള എല്ലാ വസ്തുക്കളുടെ മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടി പഠിച്ച് നിങ്ങളുടെ തലയിൽ അത് കയറ്റി വെക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. ഇനി ജിസ്മിനെ പറഞ്ഞോ. യെസ്, ഓക്കെ 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 യെസ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയി ഒന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ ഓക്കെ, ഞാൻ ജിസ്മിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം എന്നറിയാൻ വേണ്ടി, മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ച് നോക്കിയത്. ഓക്കെ, ഞാൻ ഇനി 2-3 മലയാളം വാക്കുകൾ പറയാം. നമ്മൾ കോമൺ ആയിട്ടൊക്കെ നമ്മൾ പറയുന്ന സംഗതികളാണ്. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ നോക്കുക. ഷോർട്ട് ആൻഡ് കോംപ്രഹെൻസീവ്, വെരി ഷോർട്ട്, കുറഞ്ഞ വാക്കുകൾ കേട്ടോ. ഇപ്പോ പരത്തി പറയാം, പരത്തി പറയണ്ട, ചുരുക്കി പറയാം. യെസ്. അപ്പൊ ജിസ്മിൻ കുട്ടികളുമായിട്ട് അവിടെയുള്ള കടപ്പുറത്തേക്ക് പോയി. അവിടെ കുട്ടികള് ഓടിക്കളിച്ചു. അപ്പൊ അവരോട് പറയുകയാണ് ഓട്ടം നിർത്തുക. അത് ഇംഗ്ലീഷിൽ പറയും. ഇതാണ് നമ്മൾ പറയുന്നത്. കുട്ടികളോട് പറയുന്നു ഓട്ടം നിർത്തുക. കഴിയാവുന്നത്ര കുറച്ച് വാക്ക് മതി. പരത്തി പറയേണ്ട, സിമ്പിൾ. പിള്ളേർ ഓടിക്കളിക്കുന്നു. സാർ ഒന്നുകൂടി പറയാവോ? ഇത് കണക്ട് ആയില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ജിസ്മിൻ കടപ്പുറത്ത് കുട്ടികൾ, ജിസ്മിന്റെ മക്കളായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ അവരവിടെ കിടന്ന് ഓടുന്ന കണ്ടു കഴിയുമ്പോ വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടി അവരോട് പറയുന്നത് ഓട്ടം നിർത്തുക. സിമ്പിൾ ആയിട്ട് പറയാനല്ലേ സാർ? സിമ്പിൾ ആയിട്ട് സ്റ്റോപ്പ് റണ്ണിങ് എന്ന് നമ്മൾ പറയും. വെരി ഗുഡ് വെരി ഗുഡ്, അത്ര മതി. സ്റ്റോപ്പ് റണ്ണിങ്. യെസ്, വേറെ ഒന്നും പറയണ്ട. അല്ല, സ്റ്റോപ്പ് റണ്ണിങ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പിടികിട്ടിയല്ലോ. ഞാൻ ഇനി വേറെ ആളെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ഏറ്റവും ചുരുങ്ങി പറയണം. അങ്ങനെ ജിസ്മിന്റെ കുട്ടി ഓടിക്കഴിഞ്ഞപ്പോ അപ്പുറത്ത് വരുന്ന ഒരു ആന്റിയുടെ ശരീരത്തിൽ നിന്ന് ഇടിച്ചു. അപ്പൊ ജിസ്മിൻ തന്റെ കുട്ടിയോട് പറയുകയാണ്, എന്താ പറയണത്? മാപ്പ് പറയും. ഇംഗ്ലീഷിൽ പറയാം അവനോട്, മാപ്പ് പറയും. സോറി. വെരി ഗുഡ്, സേ സോറി. നിങ്ങൾ ഇങ്ങനെ അവിടെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചേക്കാവണ്ട, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സേ സോറി, എന്ത് പറയാ? മാപ്പ് പറയാം. യെസ്. അപ്പോ നമുക്ക് കടപ്പുറത്ത് നിങ്ങൾ പോരാ. യെസ്, അവിടെ നിങ്ങൾ വന്ന് വീട്ടില് ചെറിയൊരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത്
ഒരാള് ഒരു ഉടായ്പ് കാണിക്കുന്നത് ജസ്ബിൻ കൈയോടെ കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവളോട് ജസ്ബിൻ പറയാണ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അങ്ങനെ പറയത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ ചുരുക്കാം. അവരോട് പറയുന്ന സത്യസന്ധത പുലർത്തുക. അത് ചില കാര്യങ്ങളിൽ നമുക്ക് ചുരുക്കി പറയില്ല. നിങ്ങളൊന്ന് നോക്കുമ്പോ അറിയാം നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മ ദേഷ്യത്തിലുള്ള കേട്ടോ. യെസ്, അത് ചലനത്തിൽ അറിയാല്ല, ആ നോട്ടത്തിൽ നമുക്കറിയാം ഓ സംഗതി കൈവിട്ട് പോയിരിക്കാനില്ല അറിയില്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾ അങ്ങനെ ഒറ്റ വാക്കിൽ പറയുന്നത് സത്യസന്ധത പുലർത്തുക. യെസ്, അതിന്റെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ബി സിൻസിയർ. ബി സിൻസിയർ എന്ന് പറയാം, ബി ഓണസ്റ്റ് എന്ന് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബി സിൻസിയർ, ബി ഓണസ്റ്റ്. ഓക്കെ ജസ്ബിൻ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പറയേണ്ടത് പിടികിട്ടിയാല? അലീസ. ഓക്കെ, അപ്പൊ അലീസയാണ് അവിടെ ചെറിയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 9:30 മീറ്റിങ്ങിന് എല്ലാവരും എത്തി, ഒരാളൊഴികെ. അപ്പൊ ഒരാൾ വന്നത് 9:45 അപ്പൊ അലീസക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അടുത്ത മീറ്റിങ്ങിന് അവിടെ ഇതിലും വൈകി വരും. അപ്പൊ അതുകൊണ്ട് എങ്കിലും പറയണം കൃത്യസമയത്ത് എത്തുക. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഡോണ്ട് ബി ലേറ്റ്. ഡോണ്ട് ബി ലേറ്റ്. സംഗതി കറക്റ്റ് ആണ്, വൈകരുത് എന്ന് പറയാം. നമ്മളത് മാറ്റി പിടിച്ചു. കൃത്യസമയത്ത്. ബി പങ്ക്ച്വൽ. പങ്ക്ച്വൽ. ബി പങ്ക്ച്വൽ കറക്റ്റ് ആണ്. കാരണം വെച്ചാല് കൃത്യത പാലിക്കാൻ നടത്തുന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഓക്കെ അലീസ, ഒന്നും കൂടി നമുക്ക് പറയാം, നല്ല വേറൊരു വാക്ക് കൂടി പറയാം. ബി ഓൺ ടൈം. ഓൺ ടൈം മീൻസ് കറക്റ്റ് ടൈം. ബി ഓൺ ടൈം അല്ല, നല്ല കുറച്ചും കൂടി സ്റ്റൈലായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ്. ഗൗരവമൊക്കെ കിട്ടിക്കോളും. ബി ഓൺ ടൈം. ഓക്കെ, അപ്പോ അങ്ങനെ വന്ന് മീറ്റിംഗ് ആരംഭിച്ചു. പക്ഷേ ഒരാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ അലീസ അയാളോട് പറയുകയാണ് മര്യാദ പാലിക്കുക, മര്യാദ പാലിക്കുക. പ്ലീസ് ബി പൊളൈറ്റ്. ബി പൊളൈറ്റ്. ബി പൊളൈറ്റ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ആ പ്ലീസ് നമുക്ക് ചേർക്കാൻ കുഴപ്പമില്ല. അപ്പൊ ദയവായി മര്യാദ പാലിക്കാന്നായി. അപ്പൊ അയാൾക്ക് ഒരു വെയിറ്റ് കൊടുത്തു. സ്ട്രോങ്ങിലാണ് പറഞ്ഞത്. പ്ലീസ് അവിടെ നിങ്ങൾ കളയാം. ബി പൊളൈറ്റ്. ബി പൊളൈറ്റ്. ബി പൊളൈറ്റ്. യെസ്. ഓക്കെ, അപ്പോ അടുത്ത് കോമൺ ആണ്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതിന്റെ പേര് പറയാൻ പറ്റും. ഇവരുടെയൊക്കെ കലവിലെ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അവരോട് പറയുന്നത് മിണ്ടാതിരിക്കൂ. ഒരുപാട് പേര് പറഞ്ഞു. അലീസ. ബി ക്വയറ്റ്. ബി ക്വയറ്റ്. ബി ക്വയറ്റ് ഇഷ്ടംപോലെ കേട്ടില്ലേ? ബി ക്വയറ്റ്. സ്കൂളിൽ കുറെ കേട്ടിട്ടില്ല ടീച്ചർമാർ തകർക്കുന്നത്. കീപ് സൈലൻസ്. കീപ് സൈലൻസ്. ഓക്കെ, വേറെ ഓക്കെ കറക്റ്റ് ആണ്. ഓക്കെ അലീസ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. താഹിറ. മര്യാദ മര്യാദ പാലിക്കാന്നുള്ളതിന് ബി പൊളൈറ്റ്. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. ആ, ഡിസിപ്ലിൻ. അപ്പൊ അച്ചടക്കം മാത്രമേ ഉള്ളൂ. യെസ്. ഓക്കെ, ചെറിയ വാക്കുകളും കുറഞ്ഞ എണ്ണം വാക്കുകളും. യെസ്. ഓക്കെ, ഇപ്പൊ ഒരു കറക്റ്റ് സമയത്ത് താഹിറക്ക് ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയില്ല, കുറച്ച് താമസിച്ചു. അപ്പൊ അവിടെ ചെല്ലുമ്പോ തന്നെ താഹിറക്ക് പറയാം എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ്, ഞാൻ താമസിച്ചു പോയി, ക്ഷമിക്കുക. അത് പറയാൻ താഹിറക്ക് ഓക്കെ. അത് തന്നെ താഹിറക്ക് എന്ത് പറയാം? പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് കീപ്പിംഗ് ദ അപ്പോയിന്റ്മെന്റ്. അത് കടന്നുകയാണ് അല്ലേ? ഞാൻ എനിക്ക് ക്ഷമിക്കണോടാ. ഇത് 2 വാക്ക് പറയാം, താഹിറക്ക് പറയാം. നമ്മൾ കുറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് പറയുന്നത് സ്റ്റോപ്പ് റണ്ണിങ്, ബി ഓണസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ താഹിറ കേട്ടിട്ട്. അപ്പൊ താഹിറിന്റെ വീട്ടില് കുറച്ച് കുട്ടികളൊക്കെ വന്നേക്കാണ്, വേറെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ താഹിറിന്റെ വീട്ടിലിരിക്കുന്ന ഒരു ടോയ്സ് കണ്ടു കഴിഞ്ഞപ്പോ, എന്തെങ്കിലും കുറച്ച് ടോയ്സ് കണ്ടു കഴിഞ്ഞപ്പോ
ഒരു കുട്ടിയെ സ്നേഹത്തോടു കൂടി ആഗ്രഹത്തോടെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ആ കുട്ടിയോട് താഹിറ പറയണം, എടുത്തോളൂ, എടുത്തോളൂ, എടുത്തോളൂ. അപ്പൊ അവന്റെ ആ നോട്ടം കണ്ട് മനസ്സിലാവും, അവനത് ഇഷ്ടപ്പെട്ടു, അവന്റെ വീട്ടിൽ അത് വാങ്ങിക്കാൻ പറ്റാണ്ടായി, എടുത്തോ എന്നുള്ള മറ്റേ പറയുന്നു, എടുത്തോളൂ. ഓ, പ്ലീസ് ടേക്ക് ഇറ്റ്. ഓക്കെ, പ്ലീസ് ടേക്ക് ഇറ്റ് പറയാം, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ്. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ് താഹിറ. യെസ്. അപ്പൊ താഹിറ കുട്ടികളുമായിട്ട് ഇതേപോലെ ഒരു തിരക്ക് പിടിച്ച റോഡിലൂടെ പോവുകയാണ്. അപ്പൊ കുട്ടികൾ അങ്ങനെ അകന്നു പോയപ്പോ അവരോട് പറയാണ്, എന്റെ കൈ പിടിക്കുക, എന്റെ കൈ പിടിക്കുക. യെസ്. എന്റെ കൈ പിടിക്കുക. ഹോൾഡ് മൈ ഹാൻഡ്. വെരി ഗുഡ്. ഹോൾഡ് മൈ ഹാൻഡ്. എന്റെ കൈ പിടിക്കുക. ഹോൾഡ് മൈ ഹാൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓർമ്മ കൂടി. അപ്പൊ ഒരു പരിപാടി സംഘടിപ്പിച്ചു, സംഗതി നടന്നില്ല. ചീറ്റി ആകെ വിഷമിച്ചിരിക്കുകയാണ്. നീ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് പറയുന്നു, വീണ്ടും എന്ത്? ഒരു നിശ്വാസം പോലെ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, വീണ്ടും എന്ത്? വീണ്ടും എന്തെന്നോ? ആ, വീണ്ടും എന്ത്? വാട്ട് എഗെയിൻ. വെരി ഗുഡ്. വാട്ട് എഗെയിൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. വാട്ട് എഗെയിൻ. യെസ്. ഇനി എന്ത് എന്നുള്ളത് നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ്? ഓക്കെ, ഓക്കെ. വീണ്ടും എന്ത്? നമ്മളത് പ്ലാനൊക്കെ പൊട്ടി പാളീസായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പറയും, ഇനി രണ്ടാമത് വീണ്ടും ഉണ്ട്. ഓക്കെ, വാട്ട് എഗെയിൻ. ഓക്കെ താഹിറ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി കെന്നഡി സ്റ്റൈൻസ്. യെസ്. ഓക്കെ. അപ്പൊ വീട്ടില് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതില് കുറച്ച് പേർ എന്തോ വാട്ട് ഈസ് ഗസ്റ്റ്. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്. അപ്പൊ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ ഗസ്റ്റുകളിൽ കുറച്ചു പേരോട് പറയണം, മുകളിലേക്ക് ചെല്ലുക, മുകളിലേക്ക് ചെല്ലുക. മുകളിലേക്ക് ചെല്ലുക. പോവുക, മുകളിലേക്ക് പോവുക, ചെല്ലുക എന്നൊക്കെ പറയുന്നത് ഗോ എന്ന് പറയാം. ഒരു വാക്ക് അപ്പുറത്തേക്ക് ചേർത്താൽ മതി. ഗോ, ഗോ അപ് സ്റ്റെയർസ്. ഓക്കെ, 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 ഓക്കെ. ഇനി ഷൈൻസ് ഒരു ടീച്ചറാണെന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടികളോട് പറയുകയാണ്, ഇവിടെ നോക്കൂ, അത് വേണ്ടി വരും. ഇവിടെ നോക്കൂ, സിമ്പിൾ ആയിട്ട് പറയാം. നോക്കൂ എന്നുള്ളത് ഇംഗ്ലീഷ് സി കാണുക. ലുക്കാണ്. ഇവിടെ ഒന്ന് സഹായിച്ച സ്വപ്ന, ഇവിടെ നോക്കൂ. ലുക്ക് ഹിയർ. ലുക്ക് ഹിയർ കേട്ടോ, ലുക്ക് ഹിയർ. യെസ്. ഒരെണ്ണോട് ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഓക്കെ കെന്നഡി. അപ്പൊ സ്വപ്ന, സ്വപ്നോട് ഓക്കെ. സെന്റൻസ് ഇതാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക.
You manners with your friends. കല്ല് കടിക്കണില്ലേ? എവിടെയോ പറഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. അറിയത്തില്ല സാറേ, ശരിയാവുന്നില്ല. ഓക്കെ, ഒരു ലെങ്ത് കൂടി പോയതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. റാംസി പറഞ്ഞു നോക്കി. You behave yourself. You behave Yourself. You behave your friend. കുറച്ചുകൂടി രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി എഡിറ്റ് ചെയ്താൽ മതി, ശരിയാവും. ശീക എന്ന് പറയും. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറും. Be nice to your friends. Very good. Be nice to your friends. That is after. Be nice. Be nice to your friends. Okay, Shiga, very good, very good, very good. Be nice to your friends. Sorry. Behave well with your friends എന്ന് പറയാൻ പറ്റുമോ? Behave well with your friends. Okay. മറ്റത് കുറച്ചുകൂടി ലൈറ്റ് ആയ വാക്കുകളാന്ന് മാത്രം. Yes. Behave. Okay. Be nice to your friends. Okay. കുഴപ്പമില്ല. ഇനിയും ഇതിനകത്ത് കുറച്ച് ചോദിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. Don't worry. So we will meet in the next class. Sign out നിങ്ങൾ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. So with your permission, close ചെയ്യണം. Okay, we will meet in the next class. Thank you. Thank you, sir. Okay, welcome. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.